ബൈ ദ വേ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുണ്ട്. ഹം തേരെ ബിനാ അബ് രഹ നഹീ സക്തേ തേരെ ബിനാ ക്യാ വജൂദ് മേരാ. ഇവരെന്താണ് പാട്ടൊക്കെ പാടുന്നതെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഈ ഫോണിൻ്റെ റെക്കോർഡർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ പാടിയ പാട്ട് സ്വന്തമായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് പാട്ടാക്കി തരും. പക്ഷെ കുറച്ച് ടൈം എടുക്കും. വീഡിയോയുടെ അവസാനം പാട്ടാവുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഈ വരുന്ന മാസങ്ങളിൽ ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ ചിലപ്പോൾ മാറാനും ചിലപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് പിക്സൽ 10 Pro ആൻഡ്രോയിഡുകളുടെ ഐഫോൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. 24 മണിക്കൂറായി ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്താണ് തോന്നിയത് വിശദമായിട്ട് ഷെയർ ചെയ്യാം. കാരണം ഇവന്റിൽ പോയപ്പോൾ പോലും അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇത് ഉപയോഗിച്ച ശേഷം എനിക്ക് മനസ്സിലായി. അതും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഐ നോ ഐഫോൺ 16 Proയുടെ അത്രയും കുട്ടി ബെസലുള്ള ഡിസ്പ്ലേ അല്ല എങ്കിലും കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ ശരിക്കും ഒരു ഐഫോൺ പിടിക്കുന്നത് പോലെ തന്നെയാണ്. സോ ദ ക്വസ്റ്റ്യൻ, TSMC നിർമ്മിച്ചിരിക്കുന്ന അവരുടെ ടെൻസർ G5 ചിപ്സെറ്റ് സംഭവം എങ്ങനെയുണ്ട്? ഹീറ്റിംഗ് ഉണ്ടോ? ത്രോട്ട്ലിംഗ് ഉണ്ടോ? ഗെയിമിംഗ് എങ്ങനെയാണ്? 1 ലക്ഷം രൂപയ്ക്ക് ഉള്ളതുണ്ടോ ഇല്ലയോ? കാരണം ഈ ഫോണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ മേ ബി ഹാർഡ്വെയറിലായിരിക്കില്ല. ശരിയാണ്, 6.3 ഇഞ്ചിന്റെ ഒരു സൂപ്പർ ആക്ച്വൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് മൈ ഗോഡ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിസ്പ്ലേ. ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും കൃത്യമായിട്ട് ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം നമ്പേഴ്സിലല്ല കാര്യം, വർക്കിലാണ് കാര്യം. മുന്നിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ചൂട് പ്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഒരു മാറ്റ് ഫിനിഷ് ആണ്. അതിൽ ഗൂഗിളിന്റെ ലോഗോ മാത്രം തിളങ്ങുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. 1 Hz മുതൽ 120 Hz വരെ വേരിയബിളി റിഫ്രഷ് ആവുന്ന ഈ ഒരു ഡിസ്പ്ലേ ഭയങ്കര സ്മൂത്ത് ആണ്. പക്ഷേ ഇത് കണ്ടോ, AI കോർ ഏകദേശം 7 GB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാം, ഈ ഫോൺ നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നിലേ നിങ്ങളുടെ വീട്ടിൽ അൺലിമിറ്റഡ് വൈഫൈ വേണം. മൊബൈൽ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-20 GB മാറ്റി വെച്ചേക്ക്. കാരണം ഫോൺ ഓണാക്കി 24 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും 20 GB ഓളം ഇതിന്റെ സിസ്റ്റം ഫയൽസ് തന്നെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അതിനോ 2 GB ഒരു കോൾ ഓഫ് ഡ്യൂട്ടി മാറ്റി വെച്ചാൽ. സോ അതെന്തിനാണെന്നല്ലേ? ഇറ്റ്സ് കോൾഡ് മാജിക് ക്യൂബ്. എന്നാലും എനിക്ക് മനസ്സിലാവാത്ത, ഇന്ത്യയിൽ 16 GB റാമുള്ള ഈ ഫോണിന്റെ ഒപ്പം 256 GB സ്റ്റോറേജിന്റെ വേരിയന്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ്. ഇതിന്റെ മുകളിലുള്ള ഹയർ വേരിയൻസ് എല്ലാം UFS 4.0 സോൺഡ് UFS ഒക്കെയാണ് വരുന്നത്. പക്ഷേ ആ സോണിൽ ഇന്ത്യ ഇല്ല. ഇത് കണ്ടോ, iOS 26 പോലെ തന്നെ ആ ഒരു 3D ഡെപ്ത് കിട്ടുന്ന വാൾപേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈവൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും ലൈറ്റ് ആയിട്ട് ഫെയ്ഡഡ് ആയിട്ട് ആ ഒരു വാൾപേപ്പർ കാണാൻ പറ്റും. പിന്നെ മറ്റേ ഫിംഗർ പ്രിന്റിന്റെ ഇഷ്യൂ കഴിഞ്ഞ പോലെ സോൾവ് ആക്കിയതാണ്. എന്തായാലും ഇതിനകത്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പെട്ടെന്ന് അൺലോക്ക് ആവുന്നുണ്ട്. ആൻഡ്രോയിഡ് 16 ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വിഷ്വൽ വ്യത്യാസങ്ങളുണ്ട്. പല ആപ്ലിക്കേഷൻസിന്റെ ലുക്കുകളൊക്കെ മെറ്റീരിയൽ 3ലേക്ക് മാറിയിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 48 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 48 മെഗാ പിക്സലിന്റെ 5x ടെലിഫോട്ടോ ക്യാമറ. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ മുകളിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇപ്പുറത്തൊരു ഐക്കൺ കണ്ടോ, അതാണ് ക്യാമറ കോച്ച്. എവിടെയാണോ എടുക്കേണ്ടത് അവിടെ വെച്ചിട്ട് ക്യാമറ കോച്ച് തൊട്ട് കഴിഞ്ഞാൽ ആ സീന് AI ഇത് അനലൈസ് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് സജഷൻസ് കാണിച്ചു തരും, എങ്ങനെയൊക്കെ എടുത്താൽ രസം ഉണ്ടാവുന്നു. അതിൽ ഒരു സജഷൻ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് പറഞ്ഞു തരും, നീ ഇതല്ലേ സെലക്ട് ചെയ്ത്, അപ്പൊ നീ ആദ്യം ഇവിടെ പോയി നിൽക്ക്, ലേശം ക്യാമറ പൊക്കി പിടിക്കുക, അതിനുശേഷം ഇങ്ങനെ ആക്കൂ, ഇനി ഷട്ടർ ക്ലിക്ക് ചെയ്യൂ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ അറിയാത്തവരെ പോലും ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരു AI ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾ സൂം ചെയ്തൊരു ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ 30x മുകളിൽ പോകുമ്പോൾ റിവ്യൂ കാണുമ്പോൾ എന്താ ഗ്രെയിനി ആയിരിക്കും, വലിയ സുഖമൊന്നുമില്ല. പക്ഷെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്രോറസ് സൂം എന്ന് പറഞ്ഞ സാധനം ഓടിക്കളിക്കും. അതുണ്ടല്ലോ, ഇതിനകത്തുള്ള ഓൺ ഡിവൈസ് AI, ആദ്യം ഡൗൺലോഡ് ചെയ്ത പരിപാടികളില്ലേ, ഓൺ ഡിവൈസ് AI വെച്ച് അതെന്താണ് എന്ന് ഊഹിച്ചെടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റെസൊല്യൂഷൻ കൂട്ടും. അത് 100x സൂം വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക പ്രാവശ്യവും വലിയ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ കിഡുമായിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ മൂവിങ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കുറച്ച് ഗ്രെയിനി ആയിട്ടൊക്കെ വരും. മൂവിങ് അല്ലാത്ത ഒബ്ജക്ട്സ് ആണെങ്കിൽ കൂരാക്കൂരി ഇരുട്ടിൽ പോലും കൃത്യമായിട്ട് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഓൺ ഡിവൈസ് AI ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗം അനുസരിച്ച് ഉപയോഗം കൂടി വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി വരും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം പോർട്രേറ്റ്സ് ആണ്. 1xലും 2xലുമാണ് പോർട്രേറ്റ്സ് എടുക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് 12 മെഗാ പിക്സലിൽ മാത്രമല്ല 50 മെഗാ പിക്സലിൽ ഹൈ റെസൊല്യൂഷൻ പോർട്രേറ്റ്സ് എടുക്കാം. മുകളിൽ കണ്ടില്ല, ആ ഒരു 12 മെഗാ പിക്സൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50ലേക്ക് മാറ്റാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഫോട്ടോസ് ആപ്ലിക്കേഷനകത്ത് പോകുമ്പോൾ മുകളിലെ ഹൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് പിന്നീട് അപ്സ്കെയിൽ ചെയ്ത് നിങ്ങൾക്ക് തരും. എന്നാൽ കൊല്ലങ്ങളായിട്ട് പിക്സലിനുള്ള പ്രശ്നമാണ് പ്രൈമറി ക്യാമറയിൽ മാത്രമേ പോർട്രേറ്റ് എടുക്കാൻ സമ്മതിക്കുള്ളൂ. കിഡിലൻ 5x ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്, അത് വെച്ച് പോർട്രേറ്റ് ഫോട്ടോസ് ഡയറക്റ്റ് എടുക്കാനായിട്ട് പറ്റില്ല. 5x ക്യാമറ വെച്ച് നിങ്ങൾക്ക് സൂം ചെയ്തൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. സോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരാളുടെ പോർട്രേറ്റ് എടുക്കണമെങ്കിൽ 5x വെച്ചിട്ട് നോർമലി ഫോട്ടോ എടുക്കുക, ഫോട്ടോ മോഡിൽ.
പിന്നെ ഫോട്ടോസ് ആപ്ലിക്കേഷനകത്ത് പോയിട്ട് പോർട്രേറ്റ് ബ്ലറിന്റെ ഓപ്ഷൻ ആഡ് ചെയ്ത് വേണമെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോ ആക്കാൻ പറ്റും. ഡീഫോൾട്ട് ആയിട്ട് 5x കൊടുക്കൂ പോർട്രേറ്റ് മോഡിൽ. എന്നാലും വെച്ചാണ് ആ ഫോട്ടോ എൻഹാൻസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമ്മൾ എടുത്തിട്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോണ്ടല്ലോ താഴെ നമുക്ക് കാണിച്ചു തരും മീഡിയ ക്യാപ്ചർ ഇരിക്കുന്ന ഏത് ക്യാമറയിലാണ്, എന്ത് AI ആണ് യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഫോട്ടോയിൽ എംബഡഡ് ആയിട്ട് വരും. ഈവൻ 360 ഡിഗ്രി പനോരമ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓൺ ഡിവൈസ് AIന്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇതിനകത്തുള്ള പുതിയ ടെൻസർ G5 ചിപ്സെറ്റിനകത്തുള്ള TPU ആണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നിങ്ങൾ AI ഉപയോഗിച്ചുള്ള എന്തെങ്കിലും പരിപാടിയാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ക്യാമറയിൽ 30x മുകളിൽ സൂം ചെയ്താണ് ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ പോർട്രേറ്റ് 50 മെഗാ പിക്സലാണ് എടുക്കുന്നത്, അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ വാമാവുന്നുണ്ട്. അല്ലാത്തപ്പോൾ നോർമലി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ചില്ലാണ്, കൂളാണ്, എന്താ പറയുക, കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ മാക്സിമം എന്തോരം ഹീറ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതാണ് ഒരു അബദ്ധമായി പോയത്. ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത സമയത്ത് 37% ത്രോട്ടിൽ ആയിരിക്കുന്നത്. അതായത് ഇതെന്താണെന്നറിയോ? 37, അതായത് ത്രോട്ട്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPU ഉണ്ടല്ലോ, CPUവിനെ മാക്സിമം പെർഫോമൻസിലാണല്ലോ പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഇലക്ട്രോണിക് കോമ്പോണൻ്റ് അല്ലേ. അപ്പോൾ ഒരു പരിധി കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോമ്പോണൻ്റ് കരിഞ്ഞു പോകും, അടിച്ചു പോകും. അപ്പോൾ അടിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാക്സിമം പെർഫോമൻസ് ചെയ്യുന്നൊന്ന് കുറയ്ക്കും. അത് എത്രത്തോളം കുറവ് കുറയ്ക്കുന്നു അത്രത്തോളം നല്ല പെർഫോമൻസ് കൂടുതൽ നേരം കിട്ടും. ഇത് ഏകദേശം 37% കുറയ്ക്കുന്നത്. 37 എന്ന് പറഞ്ഞാൽ ഏകദേശം ചിപ്പിൻ്റെ 3/4 മാത്രമേ പെർഫോമൻസ് കിട്ടുന്നുള്ളൂ. ശരി, ഇതെന്താണ്, ഇത് നല്ലതാണോ മോശമാണോ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഗൂഗിൾ ജെമിനിനോട് തന്നെ ചോദിച്ചു. അപ്പോൾ ജെമിനി പറഞ്ഞ എന്താണെന്നറിയോ? ജെമിനിക്ക് ഒരു ദയാദാക്ഷിണ്യമില്ല. ജെമിനി ഡയറക്റ്റായിട്ട് പറഞ്ഞു, ദിസ് റിസൾട്ട് ഈസ് എ ബാഡ് റിസൾട്ട്. 37% ത്രോട്ട്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പോരാ. 18 ഡിഗ്രി വരെയാണ് ചൂടാക്കുന്നത്. വെൽ, ദാറ്റ് ഈസ് വൺ ഗുഡ് തിങ്. അതായത് മാക്സിമം 38 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോയിട്ടുള്ളൂ. നോർമലി ഞാൻ കണ്ടിട്ടുണ്ട് പല ഫോണുകളും, മറ്റേ നത്തിങ് ഫോൺ 3 ഒക്കെ 47-48 ഡിഗ്രി വരെയൊക്കെ പോയില്ലേ. ഇത് 37 ഡിഗ്രി വരെ പോകുന്നുണ്ട്, വിച്ച് മീൻസ് ചൂടാവുന്നില്ല, പക്ഷേ ഇത്രയും കൂടുതൽ പെർഫോമൻസ് താഴേക്ക് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ AnTuTu സ്കോർ റൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് 1.2 മില്യൺ AnTuTu സ്കോറാണ് ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 അല്ലെങ്കിൽ ആപ്പിളിൻ്റെയൊക്കെ ചിപ്പ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ 2 മില്യൺ മുകളിലുള്ള ലീഗാണ്. ഇത് 1.2 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 30K ഫോണിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഗെയിമിംഗ് പറ്റുമെന്ന് വെച്ചാൽ യെസ്, കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കി. നിങ്ങൾക്ക് 90 FPS വേണമെങ്കിൽ ലോ സെറ്റിങ്ങിലിട്ട് കളിക്കാം, അല്ല മാക്സിമം സെറ്റിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് 60 FPS കളിക്കാനായിട്ട് പറ്റും. ഗെയിമിംഗ് കളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഐ മീൻ യു ക്യാൻ ഡു ഇറ്റ്. 30K ഫോണിലാണെങ്കിൽ ഗെയിമിംഗ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു ഗെയിമിംഗ് ഫോണാണോ, 1 ലാഖിന് വർത്തായിട്ടുള്ള ഗെയിമിംഗ് ഫോണാണോ എന്ന് വെച്ചാൽ നോ, ദിസ് ഇസ് നോട്ട് എ ഗെയിമിംഗ് ഫോൺ. സോ ഇത് എന്ത് ഫോണാണെന്ന് വെച്ചാൽ ഇതിനകത്ത് GPU അല്ല, GPUവിനെക്കാളും ബെറ്റർ ആയിട്ടുള്ളത് TPU ആണ്. TPU ആണ് ഈ AI പരിപാടികളൊക്കെ ചെയ്യുന്നത്. സോ ശരിക്കും എന്താണ് ഇവർ AI കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സമയം ലാഭിക്കുന്ന ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്, ടൈം സേവിങ് ഇന്റലിജൻസ്. ഈ AIയുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 വീക്കെങ്കിലും നമ്മുടെ പ്രൈമറി ഫോണായിട്ട് ഈ ഫോൺ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. കാരണം ഈ ഓൺ ഡിവൈസ് AI എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗം പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും 24 മണിക്കൂറായിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ തുടക്കത്തെക്കാളും പിന്നീട് ഞാൻ കണ്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഇമെയിൽ നിങ്ങൾക്ക് മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ PDF ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ഒന്നിലെ ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. പിക്സലിനകത്ത് നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ടിന് പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മുടെ എസെൻഷ്യൽ സ്പേസും മറ്റേ മൈൻഡ് സ്പേസ് ഒക്കെ പോലെ തന്നെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ എടുത്ത ആ സ്ക്രീൻഷോട്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇപ്പോൾ ത്രോട്ട്ലിംഗ് ടെസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ ആ ഫ്ലൈറ്റ് എന്താണ്, എൻ്റെ ബുക്കിംഗ് സമ്മറിയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് നിങ്ങളുടെ കലണ്ടറിലേക്ക് ഈ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ മെസ്സേജ് അയച്ച് ചോദിക്കുവാണ്, നിൻ്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര മണിക്കാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഞാനത് കണ്ടപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. താഴെ ഓട്ടോമാറ്റിക്കായിട്ട് സജഷൻ വരുന്നുണ്ട്, ഇന്ന ദിവസം ഇത്ര മണിക്കാണ് ആ ഒരു ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഇതിന് എവിടെ നിന്ന് കിട്ടി? എൻ്റെ മെയിലിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാൻ കലണ്ടറിലേക്ക് ആഡ് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇതെല്ലാം പുറകിലിരുന്ന് ഈ AI പഠിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഗൂഗിൾ മെസ്സേജിൽ ആരെങ്കിലും ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അവിടെ സജഷൻ തരുന്നില്ലേ. ഇതാണ് മാജിക് ക്യൂ. ഇനി ഇത് കോൾ ചെയ്യുമ്പോഴും വരുന്നതാണ് പറയുന്നത്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് ഇൻഡിഗോടെയാണ്, നിങ്ങൾ ഇൻഡിഗോ എയർലൈൻസിനെ പെട്ടെന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ അസിസ്റ്റിനകത്ത് മാജിക് ക്യൂവിൽ അത് കാണിച്ചു തരും. പക്ഷേ അഗൈൻ അവർ പറയുന്നുണ്ട് ഒരു 48 hours മിനിമം ഇതിന് കൊടുത്താലേ ഇത് ഡിവൈസ് പഠിക്കുള്ളൂ എന്ന്. പക്ഷെ അവിടെ ആയിരിക്കും ഇത് വരുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു അഡാപ്റ്റ്
എന്തായാലും വെതർ ആപ്ലിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് വെതർ കണ്ടുപിടിച്ച് വായിച്ച് കഷ്ടപ്പെടേണ്ട, അത് തന്നെ വെതറിൻ്റെ ഒരു AI സമ്മറി തരും. ഇനി എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം എന്താണെന്നറിയോ, നോട്ട്ബുക്ക് LM എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ MKBHDയുടെ ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം, പോഡ്കാസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ എടുത്തിട്ട് നോട്ട്ബുക്ക് LM ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പ്ലേ ഞെക്കി കഴിഞ്ഞാൽ അതൊരു പോഡ്കാസ്റ്റ് പോലെ നിങ്ങൾക്ക് കേൾക്കാം. ഇനി ഇന്ററാക്റ്റീവ് കൊടുത്തു കഴിഞ്ഞിട്ടല്ലോ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ സംസാരിക്കും, അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കും, ഒരു 3-4 പേര് കോൺവെർസേഷൻ പോലെ. ഇപ്പം ഞാൻ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പോകട്ടോ. ഹേയ്, ഐ നീഡ് ടു നോ ലൈക്ക് ഇസ് ഇറ്റ് വർത്തി ടു അപ്ഗ്രേഡ് ടു എ Pixel 10 Pro? That is a fantastic question to kick us off, and actually it gets right to the heart of what we're talking about today. Yeah, totally. Worthy to upgrade. It's not always just about the specs, is it? Exactly. It depends on so many, on just the phone itself. And we're going to dive into why that decision feels so complex. Today, കണ്ടോ, സീനല്ലേ സാധനം. സോ നമ്മൾ ആദ്യം പാടി വെച്ച ആ പാട്ടില്ലേ റെക്കോർഡറിലുള്ള, അപ്പോൾ റെക്കോർഡർ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ആൻഡ് ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 3 ഡോട്ട്സിൽ പോയാൽ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈബ് എടുക്കാം. ഇപ്പോൾ വൈബ് എന്താ, ഒരു റൊമാൻറ്റിക് വൈബ് അല്ലേ. ഇപ്പോൾ റൊമാൻറ്റിക് വൈബ് ചൂസ് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ ഇത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇത് നമ്മുടെ ഓഡിയോ അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മുടെ വോയിസ് അങ്ങനെ തന്നെ ഇരിക്കും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പാട്ടാക്കി തരും എന്നാണ് പറയുന്നത്. കേട്ട് നോക്കാം. तेरे बिना अब रह नहीं सकते, तेरे बिना क्या वजूद मेरा, क्यों तुम ही हो, अब तुम ही हो, ശ്രമം കൊള്ളാം, പക്ഷേ വിചാരിച്ചത്ര അടിപൊളി ആയിട്ടില്ല. പിന്നെ അവർ പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും നിങ്ങളോട് ടെക്സ്റ്റ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് പോയാലോ എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നീട് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി മാപ്പിൽ വരും, അവിടെ ഓപ്പൺ ആവും. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങടേക്ക് വരുവാണെങ്കിൽ റിസർവേഷൻ ചെയ്യാനാണെങ്കിൽ എൻ്റെ നമ്പർ കാണിക്കുമെന്നൊക്കെയാണ്. എഗെയിൻ ഞാൻ പറഞ്ഞു, ഇറ്റ് ടേക്സ് ടൈം എടുത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ആപ്പിൾ ഇൻ്റലിജൻസ്. ആക്ച്വലി ഇപ്പോൾ തന്നെ 24 മണിക്കൂർ തന്നെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സോ കീബോർഡിൽ തന്നെ നമുക്ക് സജഷൻസ് വരും. കൂടാതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കീബോർഡിനകത്തുള്ള AI വെച്ച് സമ്മറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആക്കാം, ഗ്രാമർ മിസ്റ്റേക്സ് കളയാം എന്നിങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ജേണൽ എഴുതുന്ന വ്യക്തിയാണ്, ഡെയിലി കാര്യങ്ങളൊക്കെ ജേണലായിട്ട് എഴുതുന്ന വ്യക്തിയാണെങ്കിൽ പുതിയ ജേണൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് എൻട്രി കൊടുക്കുക. ഇപ്പം ഞാൻ പറയാം, കൺഫ്യൂസ്ഡ് മോർണിംഗ്, പിക്സലിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ, ടൈം ഇല്ലല്ലോ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് യുവർ ഫീലിംഗ് സ്ട്രെസ്ഡ് അബൌട്ട് ഹാവിംഗ് ടു ഷൂട്ട്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സമാധാനിപ്പിക്കുക, കൂടുതൽ നമ്മളെ എഴുതാനായിട്ടുള്ള മോട്ടിവേഷൻസ് തരാം. ഇതൊക്കെയാണ് ഇതിനകത്ത് പരിപാടി. പിന്നെ ഓൾസോ നമ്മൾ സംസാരിച്ച് ടൈപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറയാം ഹൗ ആർ യു ഗോയിങ് എന്ന് ടൈപ്പ് ചെയ്യും, ഇന്ന് പറഞ്ഞു, പിന്നെ മനസ്സിലായി ഗോയിങ് അല്ല ഡൂയിങ് എന്നാണല്ലോ ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ദാറ്റ് ഗോയിങ് ടു ഡൂയിങ് എന്ന് അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് അതങ്ങ് കറക്റ്റ് ആക്കും. ഇനി ബിഗസ്റ്റ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, മാഗ്നറ്റ് കൊണ്ടൊന്നും, ലൈക്ക് മാഗ്സേഫ് പിക്സൽ ഹാസ് ഗോട്ട് പിക്സൽ സ്നാപ്പ്. അതായത് മാഗ്സേഫ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനത്തിൽ മാഗ്നറ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഒട്ടിപ്പിടിക്കും. ദാറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ഫ്ലാഗ്ഷിപ്പ്, അതർ ഫ്ലാഗ്ഷിപ്സിലില്ല. പക്ഷേ ഞാനൊക്കെ അത് ഇതേപോലത്തെ കേസാണ് ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ. അതിനകത്ത് ഓൾറെഡി മാഗ്സേഫ് കോമ്പാറ്റബിൾ ആയതുകൊണ്ട് നമ്മൾ കുത്തിവെക്കുമ്പോൾ ഒട്ടും. എന്തായാലും ആരൊക്കെയാണ് കേസ് ഇല്ലാതെ ഉപയോഗിക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഡയറക്റ്റ് ഒട്ടിക്കാം. ആൻഡ് ആപ്പിളിൽ കാണുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആകുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്ലോക്കും കാര്യങ്ങളൊക്കെ വരും. സോ നോർമലി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ പണിയെടുക്കുന്നത്. ആൻഡ് ഓൾസോ ചാർജ് എത്ര നേരം നിൽക്കുമെന്നും പണിയെടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്നലെ എന്താണോ ഞാൻ ചാർജ് ചെയ്ത്, എന്നിട്ട് എല്ലാ പരിപാടികളും പരിപാടികളും എല്ലാം ചെയ്തു. ഇപ്പോൾ എത്ര ഉണ്ടെന്നറിയോ, ഇപ്പോൾ 29% ഉണ്ട് ബാറ്ററി യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ 4 മണിക്കൂർ 25 മിനിറ്റൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം. ബട്ട് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടും ഈ ഒരു ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഇങ്ങനെ കാണിക്കും നമുക്ക് എത്ര നേരമാണ്, അൺടിൽ 5:30 PM, ഇന്ന് വൈകുന്നേരം 5:30 വരെ ഇതിൻ്റെ ബാറ്ററി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ AI യൂസ് ചെയ്ത് നിങ്ങളുടെ യൂസേജ് എങ്ങനെയാണ്, ഏത് ആപ്ലിക്കേഷന് കൂടുതൽ പവർ കൊടുക്കണം, ഇതൊക്കെയാണ് ഈ ടെൻസറിൻ്റെ പരിപാടി, അല്ലാണ്ട് ഗെയിമിങ്ങിലല്ല. പക്ഷേ ചാർജിങ് ഇപ്പോഴും പ്രോ മോഡലിൽ 30 watts ആണ്, പ്രോ എക്സലിൽ 45 കിട്ടും, ഇതിനകത്ത് 30 watts ആണ്. പിന്നെ മാഗ്സേഫ് Qi 2.2 കോമ്പാറ്റബിൾ ആണ് എക്സെല്, അപ്പോൾ അത് 30 watts എന്തോ ചാർജ്. ഇത് 22 watt, ഇത് അത് 25 watt, ഇത് 15 വാട്ടിലാണ് ഇപ്പോഴും ചാർജ് ആവുന്നത്. ബട്ട് അഗെയിൻ 7.5 വാട്ടിൽ നിന്ന് 15 വാട്ട് ഇസ് ആൻ അപ്ഗ്രേഡ്. പിന്നെ അഗെയിൻ ഇവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ചാർജ് ആവാന്നല്ല, ചാർജ് മെല്ലെ ആയിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഡിസ്ചാർജ് ആവാതിരിക്കാനുള്ള ആണ് ഇവർ ഇത് വെച്ചേക്കണേ. ബാക്കിലായിട്ട് ഇവിടെ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, എന്തെങ്കിലും സാധനം എടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ അത് ടെമ്പറേച്ചർ കാണിച്ചു തരും. ആൻഡ് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്സ് ഈസ്
ജസ്റ്റ് അമേസിങ്. എന്ത് രസമാണെന്ന് അറിയില്ല ടൈപ്പ് ചെയ്യുമ്പോൾ. ഈവൻ പിക്സൽ 9 Pro യൂസ് ചെയ്തവർക്കും അറിയാൻ പറ്റും, നല്ല ഹാപ്റ്റിക്സ് ആയിരുന്നു. ദിസ് ഈസ് ഓൾസോ ഗ്രേറ്റ് ഹാപ്റ്റിക്സ്. പിന്നെ ഗൂഗിൾ ജെമിനിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ടുള്ള നമ്മുടെ ഈ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ജെമിനി അല്ലാതെ ജെമിനി പ്രോ ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ 1 വർഷത്തേക്ക് ഫ്രീ കിട്ടും. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഈ ഫോണെന്നല്ല, ഏതൊരു പൈസ കൊടുത്ത് നിങ്ങൾ ജെമിനി പ്രോ എടുക്കുവാണെങ്കിൽ അതിനകത്ത് കിട്ടുന്ന ജെമിനി പ്രോ മോഡൽസ്, പിന്നെ ഇമേജ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, VO3 ഒക്കെ ഇല്ലേ, അതൊക്കെ ആക്സസ് കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ ഞാൻ കാര്യമായിട്ട് ഇൻഡെപ്ത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ഫോട്ടോസ് ആർ ഓൾസോ നൈസ് ആൻഡ് 4K 30 FPS വീഡിയോ, 4K 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. സെൽഫി ഫോട്ടോസ് ആർ ഓൾസോ നൈസ്. സെൽഫിയിലും 4K 60 FPS എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. പിന്നെ നിങ്ങൾക്ക് 8K വീഡിയോ എടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് എ മെസ്. കാരണം നിങ്ങൾ 4K ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗ്രെയിനിയാണ്. അത് പിന്നെ വീഡിയോ ബൂസ്റ്റ് ഓണാക്കി അത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു 63 MB ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 GB വീഡിയോ ആയിട്ട് നമുക്കൊരു 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് തരും. എന്നാലും ഗൂഗിൾ AI കൊണ്ട് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി സെപ്റ്റംബർ 9 ആപ്പിൾ എന്തെങ്കിലും തുറുപ്പ് ചീട്ടിറക്കേണ്ടി വരും പിടിച്ച് നിൽക്കാനായിട്ട്. വെൽ, സോ ഐഫോൺ വാങ്ങിക്കുന്നതിന് പകരം ഈ ഫോൺ വാങ്ങിക്കണമെന്ന് വെച്ചാൽ കൺസിഡറിങ് ദിസ് ഈസ് എ ഗ്രേറ്റ് ബൈ. ബട്ട് ഫോർ 1 lakh AI ഉണ്ട് എന്നുള്ളത് ഓക്കെയാണ്. ബട്ട് AI മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ വൈസ് 1 lakh ഇത് വർത്താണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോട്ട്. ബട്ട് ഒരു 70-80K ഒക്കെ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിവൈസ്. പക്ഷേ അഗെയിൻ ടോട്ടൽ AIൻ്റെ പരിപാടികളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കുറേ നേരം യൂസ് ചെയ്യണം. എന്തായാലും ഞാനിത് ഡീറ്റെയിൽഡ് വീഡിയോ കുറേ നാൾ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡെയിലി, ഞാനത് S25 Ultra നിന്ന് മാറിയിട്ട് ഇത് പ്രൈമറി ഫോണാക്കി നോക്കാൻ പോവുകയാണ്. പ്രൈമറി ഫോണാക്കി നോക്കിയിട്ട് കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് ടൈം ബൈ.